ഇപ്പൊ ഇന്റർവ്യൂസിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചേച്ചി ഭയങ്കര കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടി കൊടുക്കുക. അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ സത്യം. തഗ് ലൈഫിനെ പറ്റി ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇതൊക്കെ എങ്ങനെയെങ്കിലും മറുപടി കൊടുക്കാൻ പറ്റുന്നല്ലേ? എല്ലാം വിധിയുടെ വിളയാട്ടം. അതെനിക്കറിയില്ല, അതെന്റെ ഒരു കഴിവായിരിക്കും. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഞാൻ ആരാ മുതലി? അതെനിക്കറിയില്ല, അതെന്റെ ഒരു കഴിവായിരിക്കും. എന്റെ രക്തത്തിൽ അലിഞ്ഞു നടന്നു. ஆளை பார்த்தா டம்மி பீஸா இருக்க, பயங்கரமான ஆளா இருக்கேடா. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലെ വല്ല റെസ്റ്റോറന്റ് മാരേജോ കഴിക്കാനേ സാധ്യതയുള്ളൂ. എനിക്ക് ആൾക്കാർ പറ്റില്ല, എനിക്ക് ചൂടെടുക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര, എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചു? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് കല്യാണം എന്ന് ആലോചിക്കും എനിക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന സാധനം ചൂടാണ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. AC ഹോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വന്നേ അത് ഭയങ്കരമായിട്ട് നമുക്ക് അവിടെ ആയ തിക്കും തിരക്കും ബഹളവും ചെളിയൊക്കെ ഇട്ട് ഇതുപോലെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് ആൾക്കാർ വരും, കുറെ ഡ്രസ്സും കുറെ മാലയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് അത് എനിക്കത് പറ്റില്ല. അതുകൊണ്ട് ചേച്ചി അപ്പൊ ഇങ്ങനെ കല്യാണങ്ങളൊക്കെ വിളിക്കുമ്പോ അങ്ങനെ പോകാൻ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഈ പോയി കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് പ്രത്യേക ജീവിതമല്ലേ. കോളേജിലൊക്കെ ആണെങ്കിൽ ഒരു വലിയ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന ദിവസം ഞാൻ എന്നെ നോക്കിയാൽ ഞാൻ എവിടെയെങ്കിലും വീശി കൊണ്ടുപോകണം. എനിക്കത് ഒരുപാട് ആൾക്കാരുള്ളത് ഒരുതരം സോഷ്യൽ ആൻസൈറ്റി പ്ലസ് ചൂട്. എന്താ ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലയന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ.